ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ സാരിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആ ഒരു സത്യം, അതായത് ഇന്ദ്രജ ഈ ഒരു കുനിഷ്ടുബുദ്ധി ചെയ്തു വെച്ചിരിക്കുന്നതൊന്നും നന്ദിനി അറിയുന്നില്ല കേട്ടോ. ഒന്നും അറിയാതെ നന്ദിനി തൻ്റെ അച്ഛൻ കൊണ്ടുവന്ന സാരി എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ എണ്ണ ഒഴിച്ചത് കാണുന്നത് കേട്ടോ. അത് കാണുന്ന നന്ദിനിക്ക് വലിയ സങ്കടം തോന്നുകയാണ്. നന്ദിനി പൊട്ടിക്കരയാണ്. ഈശ്വര, എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്കും അതുപോലെ തന്നെ സൂര്യസാറിനും കൊണ്ടുവന്ന വസ്ത്രത്തിലാണ് എണ്ണ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാൻ നല്ല സന്തോഷവതിയായി വന്ന് നിൽക്കുകയാണ് ഇന്ദ്രജ. അതുപോലെ ഈ പറയുന്ന വിജയും വേദയും കേട്ടോ. ഒന്നും താൻ ചെയ്തിട്ടില്ല, താൻ അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ അവർക്കൊരു സംശയം തോന്നാത്ത വിധത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇതൊന്നും താൻ ചെയ്തതല്ല എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ, താൻ ഒരു കള്ളവും ചെയ്തിട്ടില്ല എന്ന് തന്നെ പിടിക്കപ്പെടാതിരിക്കാനും വേണ്ടി സൂര്യയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ സമയം ഈ എണ്ണ ഒഴിച്ചത് കണ്ടിട്ട് പിന്നീട് നന്ദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നന്ദിനി ഇങ്ങനെ പൊട്ടി തേങ്ങി കരയാണ്. എന്നാൽ സൂര്യയാണെങ്കിലോ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം നന്ദിനിയുടെ മുത്തശ്ശി വന്നിട്ട് പറയണം, മോളെ അത് ഒരുപക്ഷെ പൂജാമുറിയിൽ വെച്ച സമയത്ത് വല്ല എലിയോ അങ്ങനെ എന്തെങ്കിലും തട്ടിയിട്ടതാണെങ്കിലോ. അത് കേൾക്കുന്ന നന്ദിനി പറയണേ, എന്നാലും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഈശ്വരൻ ഓരോന്നായി ഇങ്ങനെ തരുന്നത്, എനിക്ക് എന്താ ഇങ്ങനെ എപ്പോഴും കരയാനല്ലേ മുത്തശ്ശി എനിക്ക് ഇടയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന സമയത്ത് സൂര്യ ചോദിക്കുക, ആര് പറഞ്ഞു നിന്നെക്കാണ് കരയാൻ ഇടയുള്ളൂ എന്ന്? ഇതൊക്കെ ഓരോരുത്തരും മനഃപൂർവ്വം ചെയ്തു വെക്കുന്നതല്ലേ, അല്ലാതെ ഈശ്വരനെ ഇതിലൊന്നും വലിച്ചിഴക്കണ്ട എന്ന് സൂര്യ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും തന്നെ പിടികിട്ടുന്നില്ല. പിന്നീടാണെങ്കിൽ സൂര്യ, നന്ദിനി നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിക്കുകയാണ്. അങ്ങനെ നന്ദിനിയുടെ അച്ഛനും അതുപോലെ അനിയത്തിമാരൊക്കെ കൂടെ വരികയാണ്, മുത്തശ്ശിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ, ഇതേ ഈ വീട്ടിലെ ചില കുനിഷ്ട് ബുദ്ധി ആയിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ, അതായത് നന്ദിനിക്ക് ഒരു സന്തോഷവും പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി നടക്കുന്നവർ ചെയ്തു കൂട്ടിയതാണ്. അത് കേട്ട ഉടനെ എന്തൊക്കെയായി ഈ പറയുന്നത്? അതെ, അവർ ചെയ്തു കൂട്ടിയതാണ്, അതിനുള്ള അടയാളം ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പൂജാമുറിയുടെ ആ ഭാഗത്തോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇതേസമയം ഇന്ദ്രജയും വേദയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് സൂര്യ. അങ്ങനെ ഈ സമയം നന്ദിനിയോട് പറയണത്, ഇത് നോക്കി, ഈ പൂജാമുറിയിൽ നിന്നും എണ്ണ പോയി, ആ എണ്ണയിൽ ചവിട്ടി ഭസ്മത്തിൽ ചവിട്ടി പോയ അവരുടെ കാലയടയാളതാ, ഇത് കണ്ടോ എന്ന് പറയാം കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇന്ദ്രജ വിജയെ നോക്കണേ, നിങ്ങൾ മനുഷ്യ ഇങ്ങനെ ഒരു പണി ചെയ്തു വെച്ചോ എന്നിങ്ങനെ ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കണേ. ആ സമയമാണെങ്കിലോ ഒന്നും അറിയാത്തവനെ പോലെ ഇങ്ങനെ നിൽക്കുന്ന വിജയ് ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര, പിടിക്കപ്പെട്ടല്ലോ, ഇത് വലിയൊരു വിഡ്ഢിത്തരമാണല്ലോ താൻ ചെയ്തതെന്ന് അപ്പോഴാണ് തനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ സൂര്യ പറയണേ, നന്ദിനി നീ കരയണ്ട, ഇത് മനഃപൂർവ്വം ഈ വീട്ടിലുള്ള ആരോ ചെയ്തു വെച്ചിരിക്കുന്ന. അപ്പോഴേക്കും അവിടെ ഇന്ദ്രജി പറയണേ, എന്താ സൂര്യ ഈ പറയുന്നത്, ആര് ചെയ്തു വെക്കാനാണ്, ഞാൻ കണ്ടുപിടിച്ച് തരാം ആരാണിത് ചെയ്തതെന്ന്, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട്, അതെ ഞാൻ പറയുന്ന ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും ഈ കാലടി പാദത്തിൽ ചവിട്ടണം എന്ന് പറയണേട്ടോ. അങ്ങനെ അവിടെ ആ കാൽപാദത്തിൻ്റെ അടയാളം ഉണ്ടാവുമല്ലോ, അതിൽ ഓരോരുത്തരെയും കാല് വെക്കണം എന്ന് പറയണേ. അങ്ങനെ ഈ സമയം എല്ലാവരും ആകെ പെട്ടുപോകണം. ആദ്യം വേദ, എടി മര്യാദക്ക് കുട്ടിച്ചാത്ത നീ ഇതിൽ കാല് വെക്കടി എന്ന് പറയണേ. അത് കേൾക്കുന്ന വേദ ആകെ പേടിച്ച് പിന്നീട് കാല് വെക്കുകയാണ്. ഇതേസമയം ഇന്ദ്രജയോട് പറയാൻ, എന്താ ചേച്ചിക്ക് കാല് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, വെക്കൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ ആ കാല് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കാല് വെക്കുമ്പോൾ ആ കാലടയാളം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെനക്കാണ്. അത് കാണുന്നതിനോട് കൂടി നന്ദിനി, എന്താ ഇവരുടെയൊക്കെ കുനിഷ്ട ബുദ്ധി എന്ന ലെവലിൽ നന്ദിനി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിജയാണെങ്കിൽ ആകെ കിടുകിടോ വിറച്ച് നിൽക്കുകയാണ്. തന്നെ പിടിക്കപ്പെടുമെന്ന് വിജയ്ക്ക് മനസ്സിലായല്ലോ. അങ്ങനെ കിടുകിടാന്ന് വിജയ് ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ വിജയ് ഈ കാലടയാളം മായ്ക്കുന്നതായി കാണുകയാണ്. വിജയ്ക്ക് സന്തോഷമാണ്, നീ എന്നെ കുഴിക്കെങ്കിലും കൂടി നീ അത് മായ്ച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സമയം സൂര്യ ഇത് കാണുകയാണ്. സൂര്യ പറയണേ, എൻ്റെ ചേച്ചി ഈ ഒരു ഈ ഒരു കാലടിയുടെ അടയാളമാണ് ചേച്ചിക്ക് മായ്ക്കാൻ കഴിയുള്ളൂ, ബാക്കിയുള്ളത് മായ്ക്കാൻ കഴിയില്ല. ആ പൂജാമുറിയിൽ നിന്ന് ആ കോണി കയറി നിങ്ങളുടെ റൂമിലോട്ട് കയറുന്നത് വരെ ഈ ഒരു അടയാളം ഇതിലുണ്ട് എന്ന് പറയണ കേട്ടോ. അത് കേൾക്കുന്ന ഇന്ദ്രജ ആകെ പെട്ടുപോവാണ്. വിജയ് ആകെ പെട്ടുപോവാണ്. അങ്ങനെ വിജയോട് പറയണേ, നീയല്ല, നിൻ്റെ അടയാളമല്ല, നിൻ്റെ കാൽപാദമല്ല, അതുകൊണ്ട് നീ മാറി നിൽക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിജയോട് കാല് വെക്കാൻ പറയാം. വിജയ് പറയാം, എന്തിനാ ആളിയാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാനിത് ചെയ്യില്ലെന്ന് അളിയനെ അറിയില്ലേ, എൻ്റെ കാല് ഇങ്ങനെയെന്നല്ല. അതെ, അളിയൻ ഇത് പറയുമ്പോഴാണ് അളിയനോട് കൂടുതൽ സംശയം തോന്നുന്നത്. അളിയൻ സ്ക്യൂവായി ചെയ്ത് കാല് വെച്ച് അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയണേ. അത് കേട്ട ഉടനെ തന്നെ വെക്കുന്നത് ഞാൻ വെപ്പിക്കണമെന്ന് ചോദിക്കണം. അത് കേൾക്കുന്ന വിജയ്ക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിജയ് ആ കാലടയാളത്തിൽ വിജയ് അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി അങ്ങ് വിജയുടെ കാൽപാദമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ഇതേ സമയം സൂര്യ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുക, ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് തൻ്റെ ഡാഡിയെ. അപ്പോഴേക്കും ആ വിളി കേൾക്കുമ്പോൾ യതീന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. അതുപോലെ തന്നെ പത്മയും ഓടിയെത്തുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഈ സമയം ഉടൻ തന്നെ യതീന്ദ്രനോട് സൂര്യ പറയാണ്, ഡാഡി കണ്ടില്ലേ ഈ വീട്ടിൽ ഇത്രയും കുനിഷ്ട ബുദ്ധി ചെയ്യുന്നത് ആര് ഉണ്ടാവുക. അപ്പോഴും ഈ ഒരു സത്യം മനസ്സിലാക്കാൻ സുദേവനും കഴിയുന്നില്ല കേട്ടോ. സുദേവൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. സുദേവൻ്റെ കുടുംബം ആകെ ഷോക്കായി നിൽക്കുകയാണ്. പക്ഷെ നന്ദിനിക്ക് ഇത് ആരാന്ന് മനസ്സിലായി. അങ്ങനെ ഈ സമയം സൂര്യ പറയണേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ ഡാഡി, ഈ വീട്ടിൽ ഇത്രയും ദുഷ്ടബുദ്ധി ചെയ്യുന്ന ഈ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടാവോ? എന്തൊരു ദുഷ്ടബുദ്ധിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ നന്ദിനിയുടെ വീട്ടുകാർ കൊണ്ടുവന്ന ആ ഒരു വസ്ത്രത്തിൽ ഇവർ എണ്ണ ഒഴിച്ചിരിക്കുന്ന ഈ നിൽക്കുന്ന വിജയ് എണ്ണ ഒഴിച്ചിരിക്കുന്നതിൻ്റെ സത്യം പറയണം. അപ്പോൾ വിജയ് പറയണേ, അയ്യോ ഞാൻ ഒഴിച്ചില്ല എന്ന് പറയണേ. ഇത് കേട്ട ഉടൻ തന്നെ, നീ ഒഴിച്ചില്ലേ, നീ ഒഴിച്ചോ ഇല്ലേ നന്ദിനി, നീ എൻ്റെ റൂമിൽ നിന്ന് ബെൽറ്റ് എടുത്തിട്ട് വാ. അപ്പോഴേക്കും അത് കേട്ട ഉടൻ തന്നെ, ഇല്ല ഞാൻ എടുക്കില്ല സൂര്യ സാർ, അത് വിട്ടേക്ക്, ബെൽറ്റ് എടുക്കാൻ പറഞ്ഞ ബെൽറ്റ് എടുക്കാനല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും സൂര്യ, നീ എടുക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വരാമെന്ന് പറഞ്ഞിട്ട് സൂര്യ ബെൽറ്റ് എടുക്കുക. ആളിയാം സത്യം പറഞ്ഞു, ആളിയൻ്റെ കാൽപാദമല്ലേ, ആളിയനല്ലേ ആ വസ്ത്രത്തിൽ എണ്ണ ഒഴിച്ചത്, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇന്ദ്രജ, അയ്യോ എന്നെ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ലേ എന്നിങ്ങനെ കണ്ടിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഒരൊറ്റ അടി അങ്ങ് സൂര്യ അടിക്കുകയാണ് വിജയെ. മര്യാദക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ബെൽറ്റ് വെച്ച് വിജയ അടിക്കുമ്പോൾ വേദ പറയാണ്, എന്താണ് ഈ കാണിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ പത്മ ഇങ്ങനെ കയറി വരുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്, അളിയനല്ലേ, ഏട്ടൻ എന്തായി കാണിക്കുന്നത്, മിണ്ടാന്നിരുന്നോ നിനക്കും കിട്ടും, ഇയാളിത് പറഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ വിജയ്ക്ക് അടി സഹിക്കാനാവാതെ വിജയ് പറയാണ്, ആ ഞാൻ തന്നെയാണ് ചെയ്തത്. എന്തിനത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഞാൻ ചെയ്തത് വീട്ടിലെ വേലക്കാരിയായ ഒരുത്തിക്ക് ഇത്രയും വലിയൊരു സ്ഥാനമാനങ്ങൾ ഈ വീട്ടിൽ കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചതെന്ന് പറയുന്നു കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ പത്മയും എത്തുകയാണ്, അതുപോലെ തന്നെ യതീന്ദ്രനും എത്തുകയാണ്. അപ്പോഴേക്കും അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് സുദേവൻ അങ്ങ് ഒരൊറ്റ അടി അങ്ങ് വിജയെ അടിക്കാൻ കേട്ടോ. എടാ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ വസ്ത്രം വാങ്ങാൻ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പണം ഉണ്ടാക്കിയത്. ആ പണത്തിൻ്റെ അധ്വാനത്തിൻ്റെ ആ ഒരു ഇത് നിനക്കറിയില്ല, എൻ്റെ വിയർപ്പിൻ്റെ കൂലിയാണത്, അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എൻ്റെ മകൾക്കും മരുമകനും കൊണ്ടുവന്നത് നീ എന്താടാ ഈ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി അങ്ങ് സുദേവനെ അടിക്കുമ്പോൾ ഇന്ദ്രചക്രം അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വീട്ടിലെ വേലക്കാരനായ ഞങ്ങളുടെ ഗേറ്റിൽ പണിക്ക് നിന്നിരുന്ന നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അടിക്കാൻ മാത്രം ആയോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ സുദേവനെ ഒരടി അങ്ങ് അടിക്കണം. ഓ സ്പോട്ടിന് തന്നെ സൂര്യ ഇന്ദ്രജയെ അടിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന പത്മ ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയണേ, എൻ്റെ ചേച്ചി എന്നുള്ള ആ ഒരിത് ഞാൻ മറക്കണം, തന്നെ ഞാൻ അടിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മുടെ അച്ഛനെയൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യനെയല്ലേ നീ അടിച്ചത്, എന്ത് എരണം കെട്ടവളാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ചേച്ചിയെ അടിക്കുകയാണ്. അത് കാണുന്ന യതീന്ദ്രനും പത്മയും നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ അടിച്ചതിന് എന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്, എന്നെ ഇതിനും വലുത് ചെയ്യണമായിരുന്നു. ഇനി മേലിൽ എൻ്റെ ഭാര്യ വീട്ടുകാരെ ഒരിക്കലും ഈ വീട്ടിലെ വേലക്കാരനെന്നോ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ ഭാര്യ വേലക്കാരിയല്ല, ഞാൻ എല്ലാവരും നാട്ടുകാരും അറിയേ ഒരുപാട് പ്രാവശ്യം എൻ്റെ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടിയവളാണ്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ ഭാര്യയുടെ വീട്ടുകാരാണ്, ഇവർക്ക് ഇവരുടേതായ അന്തസ്സും കൊടുക്കണം. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും എൻ്റെ നന്ദിനിയെ വീട്ടുവേലക്കാരി എന്ന് വിളിച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറയുമ്പോൾ പത്മ പറയണേ, ഞാൻ വിളിക്കൂടാ, നീ എന്താടാ എന്നെ കാണിക്കുക, വീട്ടുവേലക്കാരി തന്നെയാണ്. ഒരിക്കലും വീട്ടുവേലക്കാരിയെ കുളിപ്പിച്ച് വീട്ടിലിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടുവേലക്കാരി അല്ലാതാവില്ല. അപ്പോഴേക്കും സൂര്യക്കങ്ങ് ദേഷ്യം വരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തായി പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ എൻ്റെ ഭാര്യയെ ഇനി വീട്ടുവേലക്കാരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുന്നതേ. ഞാനുണ്ടല്ലോ, നീ എന്താടാ ചെയ്യുക, നീ ഒന്ന് ചെയ്യുന്നത് കാണട്ടടാ. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകളെ എൻ്റെ മുന്നിലിട്ട് നീ തല്ലിയപ്പോൾ, അതും ഈ വേലക്കാരനും ഈ വേലക്കാരിക്കും സെക്യൂരിറ്റി പണി ചെയ്യുന്ന ആൾക്കും വേണ്ടി നീ എൻ്റെ മോളെ അടിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ നേർക്ക് അങ്ങ് കയ്യോങ്ങുമ്പോൾ സൂര്യ പത്മയെ അങ്ങ് അടിക്കാൻ അതേ നാണയത്തിൽ കയ്യോങ്ങാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എപ്പിസോഡ് വരാനുണ്ട്. അപ്പോൾ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഥ ആദ്യം ഞാൻ പറഞ്ഞതാണ്.